നമുക്കുള്ള വിടുതലിൻ്റെ ഏറ്റവും ഉറപ്പുള്ള നിറവ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നിലനിൽക്കുന്ന ഒരു വിടുതൽ സ്വന്തമാക്കാനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് സ്വന്തമാക്കേണ്ട ആത്മീയ അനുഭവം ഏതാ? ഇന്നലെ ഞാൻ ഈ ആശ്രമത്തിൽ ചെന്നപ്പം അവിടെ വന്നിച്ച് പോയിറങ്ങിയ ഒരു കുടുംബം അവർ ഓടി വന്ന് ഞാൻ വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ഇതുപോലെ അച്ഛാ ഇങ്ങനെ അപ്പം ഞാൻ ചില്ല് താത്തി. അപ്പം ആ പയ്യൻ പറഞ്ഞു, അച്ഛന് പിശാചനെ ഇറക്കി വിടുന്ന ആളാണെന്ന് ഞാൻ കേട്ടു, അച്ഛാ ഒന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ കുടുംബാംഗങ്ങളും കൂടെ നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു? അച്ഛന് വണ്ടി എടുത്ത് പോകുന്ന കണ്ടപ്പോൾ അവിടുത്തെ നിന്ന് ആരാണ്ട് പ്രദേശം ആരാണ്ട് പറഞ്ഞ ആശ്രമത്തിൽ നിന്ന്, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, മോനെ ഇവിടെ അടുത്ത് ധ്യാനകേന്ദ്രമുണ്ട്, അങ്ങോട്ട് വരാം, അച്ഛാ അത് അച്ഛനെ എല്ലാം ഇറക്കി വിടുന്നയാണല്ലോ, ഒന്ന് പ്രാർത്ഥിക്കുക അച്ഛാ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങൾ, നമുക്കൊരു വല്ലാത്ത തെറ്റിദ്ധാരണയുണ്ട്. ഈ പിശാചനെ ഇറക്കി വിടുക എന്ന് പറയുന്ന അച്ഛൻ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ചെയ്ത പരിപാടിയാണെന്നുള്ളത്. കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് പരിപാടികൾ സഭയിലുണ്ട്, ഇല്ലേ? മാമോദീസയില്, സ്ഥൈര്യലേപനത്തില്, എവിടെയെല്ലാം കൈവ് പ്രാർത്ഥനയുടെ എന്തുമാത്രം കാര്യങ്ങളുണ്ട്. കവിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ബഹിഷ്കരണത്തിന് മാത്രം പരിപാടിയല്ല, അത് സഭയിലെ ഒരു ശുശ്രൂഷയുടെ ഔദ്യോഗികമായ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസ്, എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച കൃപാവരത്തെ ഉജ്ജ്വലിപ്പിക്കണം. പക്ഷേ ഡെലിവറൻസ് എന്ന് പറയുന്നത് പിശാചിൻ്റെ സാന്നിധ്യ സ്വാധീന പിടുത്ത അവകാശങ്ങളെ ദൂരീകരിക്കുന്നതിന് തമ്പുരാൻ തന്നെ വെച്ചിരിക്കുന്ന വഴികളുണ്ട്. നമ്മളിന്ന് കുർബാനയിൽ വായിച്ച വചനഭാഗം, ലേഖനഭാഗം, അവിടെ നമ്മൾ പറയുകയുണ്ടായി, നമുക്കുള്ള വിടുതലിൻ്റെ ഏറ്റവും ഉറപ്പുള്ള നിറവ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നിലനിൽക്കുന്ന ഒരു വിടുതൽ സ്വന്തമാക്കാനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് സ്വന്തമാക്കേണ്ട ആത്മീയ അനുഭവം ഏതാണ്? തെളിച്ചു പറ. അവരെ പറഞ്ഞു, കുർബാനയ്ക്ക് പറഞ്ഞു, ദൈവം ഉള്ളിലുള്ള വ്യക്തികൾ ആവുക. ഇതാണ് നമുക്ക് നിലനിൽക്കുന്ന വിടുതൽ നൽകുന്ന കാര്യം. അല്ലാതെ ചുമ്മാ ഒരു പൈസ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ആജ്ഞാപിച്ചിട്ട് തിന്മയുടെ അരുവി ഇറക്കി വിട്ടാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് യേശു തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് നല്ലപോലെ സുപരിചിതമാണ്. എന്താണ് സംഭവം? മത്തായിയുടെ സുവിശേഷത്തിന് 12-ാമത്തെ അധ്യായത്തിന് 43 മുതലുള്ള വാക്യങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. എന്താണ് വിഷയം? ഒന്ന് കൈവച്ചങ്ങ് പ്രാർത്ഥിച്ച് പിശാചനെ ഇറക്കി വിടുക. അങ്ങനെ ശുശ്രൂഷയുടെ അനേക വേദികൾ സഭയിലുണ്ട്. എൻ്റെ കൂട്ടുകാർ അച്ഛന്മാർ അങ്ങനെ ചെയ്യുന്നവർ പലരുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ ഞാനെപ്പോഴും പറയുന്ന കാര്യം വെച്ചാൽ, അങ്ങനെ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ഇറക്കി വിട്ടിട്ട് ആൾക്കാരെ പറഞ്ഞു വിടരുത്. കാരണം ഈ തിന്മയുടെ സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, വ്യക്തിക്കുണ്ടെങ്കിൽ, ആ വിധത്തിൽ കുടുംബത്തിലുണ്ടെങ്കിൽ, സാമ്പത്തിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, കുഞ്ഞുങ്ങളുടെ ലൈഫിൽ കയറി കടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പഴുത് തിന്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ പഴുത് എന്താണെന്ന് അറിഞ്ഞിട്ട് അത് അടയ്ക്കണം. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ പേപ്പർ വായിക്കുന്നു, പാമ്പ് കടിയേറ്റ് ആശുപത്രി പോകുന്നു, കുഞ്ഞുങ്ങൾ പോലും മരിക്കുന്ന പല സംഭവങ്ങൾ. അങ്ങനെ പാമ്പ് കടി, പരിക്കാത്ത പാമ്പ് കയറി വരുന്നു, കിടക്കുന്നു, പുതപ്പിനടി കിടക്കുന്നു, അത് കടിച്ചിട്ട് കുഞ്ഞ് മരിക്കുന്നു, ആൾക്കാർ കടിയേക്കുന്നു. ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ പാമ്പിനെ കണ്ടുപിടിച്ച് തല്ലിക്കൊന്ന് കളയാന്നുള്ളത് ചെയ്യണം. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ പാമ്പ് എങ്ങനെ മുറിക്കകത്ത് കയറി, ഈ പാമ്പ് എതിലെയാണ് ഈ പെരയ്ക്കകത്ത് കയറി എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് പരിഹാരം ഉണ്ടാക്കാതെ കയറിയ പാമ്പിനെ തല്ലിക്കൊന്ന് കളഞ്ഞിട്ട് സുഖമായിട്ട് പുതച്ച് കിടന്നുറങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെ ആശുപത്രി മരിച്ചടക്കായിരിക്കും. കാരണം ഇന്നലെ വന്ന് കയറിയ 10 രൂപയുടെ പാമ്പ് ഇന്നും വന്ന് കയറും. അല്ലെ ഒരു കുഞ്ഞ് വന്നതിന് ബാക്കി വരാനുണ്ട്, അല്ലെങ്കിൽ തള്ളൻ വരാനുണ്ട്. അപ്പോൾ ആ പഴുതടയ്ക്കണം. എങ്ങനെയാണ് എൻ്റെ പെരയ്ക്കകത്ത് ഈ പാമ്പ് കയറി എന്നുള്ളത് കണ്ടുപിടിക്കണം. പോലീസുകാരൊക്കെ അറിയിപ്പ് തരുന്നില്ലേ? നമ്മുടെ മെഡിക്കൽ ഏരിയ ഒക്കെ ഇങ്ങനെ വീടിനടുത്തുള്ള പള്ളിയൊക്കെ മാറ്റണം, അടുക്കി വെച്ച് മറ്റു സാധനങ്ങൾ ഒഴിവാക്കണം, അങ്ങനെയൊക്കെ പാമ്പിന് വന്ന് കയറാൻ ഒളിച്ചിരിക്കാനൊക്കെയുള്ള അവസരം ഒഴിവാക്കി എടുക്കണം. വീടിൻ്റെ പരിസരം ശ്രദ്ധിക്കണം. കണ്ടോ, വീടിൻ്റെ പരിസരം ശ്രദ്ധിക്കാത്ത വ്യക്തി വീടിനകത്ത് പാമ്പ് കടിയേറ്റ് മരിക്കും. വീടിൻ്റെ പരിസരം പാമ്പിന് അനുകൂലമായിട്ട് കിടക്കുന്നതിനെ ശ്രദ്ധിച്ച് പ്രതികൂലമാക്കി പാമ്പിന് വരാൻ മേലാത്ത പോലെ ആക്കാൻ സത്ത എടുക്കുന്നില്ലാത്ത വ്യക്തി പെരയ്ക്കകത്ത് കയറി പാമ്പിനെ ആരെയെല്ലാം കൂട്ടി പൊക്കി എടുത്തുകൊണ്ട് കളഞ്ഞിട്ട് പൊച്ച് കിടന്നുറങ്ങിയാലും കടിയേക്കും. ഇതന്നെയാണ്
നമ്മുടെ ലൈഫിൽ ഇപ്പൊ കയറി കിടക്കുന്ന പാമ്പ്, സർപ്പ, സാത്താൻ, പിശാചിന്റെ അരുവികൾ, അവനെ ഒന്ന് പെറുക്കി കളയാവോ അച്ഛൻ ചോദിച്ചോണ്ട് നമ്മൾ ഓടി ചെല്ലുമ്പം അച്ഛൻ വീട്ടിൽ വന്നിട്ട് സംസാരിച്ചിട്ട് ഈ പാമ്പിനെ ഇപ്പം ഇറക്കി വിട്ടിരിക്കുന്നു, പിടിച്ച് അതിനെ പറഞ്ഞ് ബന്ധിച്ച് ശാസിച്ച് ഇറക്കി വിട്ടു, പൊക്കോ എന്ന് പറഞ്ഞ് വിട്ടാൽ നിങ്ങൾ വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് കിടക്കുമ്പോൾ അടുത്ത വന്ന് കയറി കടിക്കും. കാരണം എന്താ? ഈ ആദ്യത്തേത് കയറി അതേ പഴുത് അവിടെ കിടക്കുകയാണ്. ആ പഴുത് നമുക്ക് അടയ്ക്കാൻ പറ്റണം. ഇതാണ് നിലനിൽക്കുന്ന ഒരു വിടുതലിൻ്റെ അനുഭവം. ഈ അനുഭവത്തിന് പറയുന്ന, ഈ അനുഭവത്തിൽ വരുമ്പോൾ ഒരു വ്യക്തി കൊണ്ടുവന്ന അനുഭവത്തിൻ്റെ പേരാണ് ദൈവരാജ്യ അനുഭവം എന്നുള്ളത്. ഈശോ ഭൂമിയിലേക്ക് വന്നത് പിശാചുക്കളെ ഉപേക്ഷിക്കാൻ അല്ല, പിശാചന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാ. കണ്ടോ, പിശാചനെ നശിപ്പിക്കാനല്ല. ഈശോ ഏതെങ്കിലും പിശാചിനെ കൊന്നോ? ഇല്ലെന്നാക്കിയോ? നശിപ്പിച്ചോ? ഇല്ല. പിശാചന്റെ പ്രവൃത്തികളെയാണ് നശിപ്പിക്കുന്നത്. അത് വ്യത്യാസമുണ്ട്. പിശാചനെ നശിപ്പിക്കാനല്ല വന്നിരിക്കുന്നത്. പിശാചനെ ദൈവം മാലാഖയായിട്ട് സൃഷ്ടിച്ചപ്പോൾ കൊടുത്ത ആയുസ് അതിനുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ മാലാഖ ഭരിച്ച് പിശാചായി അവൻ്റെ പണി കാണിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പേര് ദൈവം അതിനെ നശിപ്പിക്കുകയല്ല. ഈശോ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു പിശാചിനെ നശിപ്പിച്ചില്ല, ഒരു പിശാചിനെ നശിപ്പിച്ചില്ല. മർക്കോസ് 1 പിശാച് അശുദ്ധാത്മ പേടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? ഇല്ലേ? മർക്കോസ് 1:24. കേട്ടോ, അവൻ അലറി, അശുദ്ധാത്മ അലറുകയാണ്, നസറായന യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടും? ഞങ്ങളുടെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? ഇപ്പം നശിപ്പിക്കാനാണോ എന്ന് അതുങ്ങൾ പേടിച്ചു. ഇവിടെ എന്നിട്ട് ഈശോ നശിപ്പിച്ചില്ല. മറിച്ച് എന്താണ്? ഈശോ പറഞ്ഞു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക, പുറത്തു പോ. ഇതാണ് ഇറക്കി വിടുക. പിശാചിനെ ബഹിഷ്കരിക്കുക, നശിപ്പിക്കാനല്ല. പിശാചിനെ നശിപ്പിക്കാനല്ല, അവൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ്. അപ്പം അവൻ്റെ പ്രവൃത്തികൾ ഏതെങ്കിലും വ്യക്തി ജീവിതത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ കയറി വരും. മനസ്സിലായോ? ഇതാണ് കണക്ഷൻ. പിശാചിന്റെ പ്രവൃത്തികൾ ഏതെങ്കിലും വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കി വെച്ച് നീങ്ങുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉള്ള ഒരു അശുദ്ധാത്മാവിനെ ഇറക്കി വിട്ടാലും അടുത്ത് കയറി വരും, അല്ലെങ്കിൽ വീണ്ടും കയറി വരും, 7 കൂടെ കൂട്ടിക്കൊണ്ട് കയറി വരും. അവിടെ പിശാചിന്റെ പ്രവൃത്തികളെ യേശു നശിപ്പിക്കുന്നത്. അത് എവിടെയാണ് പ്രവൃത്തികളുള്ളത്? നമ്മുടെ ജീവിതങ്ങളിലാണ്. പിശാച് പ്രവർത്തിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുള്ളത് മാറ്റിയിട്ട് ദൈവം പ്രവർത്തിക്കുന്ന അവസ്ഥ വരണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുമിച്ച് കൂടിയപ്പം എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്നുള്ള തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം പുതിയ ഞായറാഴ്ചയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ധ്യാനിച്ച് ഓർമ്മിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ. ആ കർത്താവ് എന്നുള്ള വിളിയുടെ അർത്ഥം നമ്മൾ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടോ ആരെങ്കിലും? എന്താണ് കർത്താവ് എന്ന് വിളിക്കുമ്പോൾ അർത്ഥം? കർത്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്? കർമ്മം ചെയ്യുന്ന ആളാണ് കർത്താവ്. കർമ്മം, പ്രവൃത്തി ചെയ്യാൻ അവകാശമുള്ള, ചെയ്യാൻ സാഹചര്യമുള്ള, വേദിയുള്ള, അവസരമുള്ള ആളാണ് കർത്താവ്. കർത്താവാണ് പ്രവൃത്തി ചെയ്യുന്നയാൾ. കർത്താവ് ക്രിയ നമുക്കറിയാം, വ്യാകരണത്തിൽ പറയുമ്പോൾ. അപ്പോൾ തോമാസ് ശ്ലീഹ ഈശോയോട് എൻ്റെ കർത്താവ് ആയ ദൈവം നീയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനർത്ഥം നമ്മൾ പറയുകയുണ്ടായി. തോമാസ് ശ്ലീഹ പറയും, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത് അങ്ങാണ്, എൻ്റെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണം. അതിന് മറുവശം എന്നാ പറയാത്തത്? അങ്ങല്ലാതെ മറ്റവൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കരുത്. ഉണ്ടോ? സാത്താൻ, പിശാച് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കരുത്. ഇതാണ് 1 യോഹന്നാൻ 4:1 നമ്മുടെ കുർബാനയെ ശ്രദ്ധിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട എല്ലാ ആത്മാക്കളും വിശ്വസിക്കരുത്, ആത്മാക്കളെ പരിശോധിച്ച് ദൈവത്തിൽ നിന്നാണ് വിവേചിക്കണം. ആത്മാക്കളെ വിവേചിക്കണം. അപ്പൊ എന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണോ പിശാചിന്റെ ആത്മാവാണോ എന്ന് വിവേചിക്കുക എന്നുള്ളത് നിരന്തരം നമ്മൾ ചെയ്യണം. എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രവർത്തിക്കുന്ന ഉറപ്പാക്കണം. അതിന് പകരം സാത്താനിക അരൂപികൾ നമ്മളെല്ലാവരുടെ ജീവിതങ്ങളിൽ കയറി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന അവൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അപ്പം ആ പ്രവൃത്തികൾ എന്താ നമ്മൾ നമ്മുടെ ലൈഫിൽ തിരിച്ചറിയണം. അതിനെ നശിപ്പിക്കാൻ ഈശോ നമ്മൾ അനുവദിക്കണം. എങ്ങനെ നശിപ്പിക്കാൻ പറ്റും? ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പാപങ്ങളാണെങ്കിൽ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. സ്വന്തം പത്ത് ദൈവത്തിൻ്റെ അല്ല, ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പം ദൈവത്തിൻ്റെതല്ലാത്ത പ്രവൃത്തികൾ, സാത്താൻ്റെ പ്രവൃത്തി ലൈഫിൽ ഉള്ളതിനെ നശിപ്പിക്കാൻ ഈശോയെ നമ്മൾ അനുവദിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിലേക്ക് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരാതെ, ഞാൻ എൻ്റെ കൂട്ടുകാർ അച്ഛന്മാർ ഡെലിവറി ശുശ്രൂഷകളോട് പറയും, ഈ ഒരു
അനുഭവം. ഏതാണ്? അവരുടെ ലൈഫിൽ ഈ പിശാചിൻ്റെ ശല്യമാണെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുടെ ലൈഫിൽ പിശാചിൻ്റെ പ്രവൃത്തികൾ അവർ അനുവർത്തിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് പിശാച് കിടന്ന് കളിക്കുന്നത്, ഞെരുക്കം ഉണ്ടാക്കുന്നത്. പിശാചിനെ മാത്രം തല്ലിക്കൊന്ന് ഇറക്കി വിട്ട് ചാടിച്ച് വിട്ടിട്ട് അച്ഛൻ അവർ പറഞ്ഞു വിടരുത്. അങ്ങനെ വിട്ടാൽ ഇവിടെ ലൈഫിൽ കിടക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തികൾ മാറാത്രത്തോളം കാലം അവൻ പിന്നെ കയറി വരും. അതുകൊണ്ട് ആ പ്രവൃത്തികൾ തിരിച്ചറിഞ്ഞ് ദൂരീകരിക്കണം. അതാണ് ദൈവരാജ്യത്തിന് ശുശ്രൂഷ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ഈശോ പഠിപ്പിച്ചത്? അനുതപിച്ച് സുവിശേഷത്തിന് വിശ്വസിക്കുക, അല്ലേ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മർക്കോസ് 1:14-15 വാക്യങ്ങൾ. 15-ാം വാക്യം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിന് വിശ്വസിക്കുക. അനുതപിക്കാനും സുവിശേഷത്തിൽ വിശ്വസിക്കാനും എന്തുമാത്രം നമ്മൾ ശ്രദ്ധയെടുക്കുന്നു, അതനുസരിച്ച് ഒരു പൈശാചിക ഉപദ്രവവും ഏൽക്കുകയല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ തെളിഞ്ഞു കയറി വരും. ഇതിന് പകരം വേറെ ഒരു മാർഗവും ഇല്ല. ഇത് ഈശോയുടെ മാർഗമാണ്, ഈശോ വെച്ചിരിക്കുന്ന മാർഗമാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നരകരാജ്യം തീരുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീരണോ? 2 കാര്യം ചെയ്യണം: അനുതപിക്കുക, വിശ്വസിക്കുക. അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറയുക, വിശ്വസിച്ച് ഈശോ വെളിപ്പെടുത്തിയ വഴിയുടെ കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞ് അതിലൂടെ മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാവുക. ഇതാണ് നമുക്ക് സഭയിലൂടെ നിരന്തരം കിട്ടേണ്ട പരിശീലനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഇങ്ങനെ അച്ഛൻ പറയുമ്പോൾ, ഇങ്ങനെ ചിന്ത വചനത്തിൻ്റെ എടുക്കുമ്പോൾ പലർക്കും താല്പര്യമില്ല. ഇതൊക്കെ ബോറാണ്. ഈ വചനം കേട്ടിരിക്കാൻ, അനുദപിക്കാനും കുമ്പസാരിക്കാനൊക്കെ എന്നെ പരിപാടിയാണ് അച്ഛൻ. അതൊക്കെ പിന്നെ അച്ഛനിപ്പോൾ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ പ്രശ്നം ഒന്ന് തീർത്ത് തരാവോ, ഈ പ്രശ്നത്തിന് ഉത്തരവുണ്ടാക്കാവോ? ഇതാണ് നമ്മുടെ മെയിൻ ചിന്തയായിട്ട് വരുന്നത്. ശകമുള്ളവർ, നമ്മളുടെ പ്രശ്നത്തിന് നമ്മൾ കാണുന്നതിനപ്പുറം ആഴമായ പരിഹാരം, നിലനിൽക്കുന്ന പരിഹാരം ഉണ്ടാക്കാൻ തന്നെയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. പിശാചിൻ്റെ സകല പ്രവൃത്തി ജീവിതം ദൂരീകരിച്ചുകൊണ്ട് പറയുണ്ടായി. ജനക്കൂട്ടമായിട്ട് ഈശ്വര പക്കൽ വരുന്നവരുണ്ട്, ശിഷ്യരായിട്ട് മാറുന്നവരുണ്ട്. നമുക്കതേപ്പറ്റി അറിയാം. ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ശിഷ്യരാകാൻ എന്ന് പറയുമ്പോൾ അല്പം ഒരു മടുപ്പ് പോലെയൊക്കെ തോന്നും. മത്തായി 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി, അവൻ ഇരുന്നപ്പോൾ ജനക്കൂട്ടം അടുത്തെത്തി. ശിഷ്യന്മാരടുത്തെത്തി. അപ്പൊ ജനക്കൂട്ടം എവിടെ പോയി? ശ്രദ്ധിക്കാറുണ്ടോ? ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി, അപ്പൊ ജനക്കൂട്ടം അടുത്തെത്തി. ഈശോരെ പഠിപ്പിക്കാൻ തുടങ്ങി. അതല്ലേ അതിൻ്റെ ലോജിക്ക്, ഇല്ലേ? ശിഷ്യരെ കണ്ടപ്പോൾ ആണോ മലയ്ക്ക് കയറിയത്? അല്ല, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയ്ക്ക് കയറി. അപ്പൊ ശിഷ്യരടുത്തെത്തി. അപ്പൊ ജനക്കൂട്ടം എവിടെ പോയി? ജനക്കൂട്ടം എവിടെ പോയി? ജനക്കൂട്ടം മലയടിവാർ ഈശോ കണ്ടപ്പോൾ ഓടിക്കൂടി, കർത്താവേ കർത്താവേ, ഇങ്ങനെ ഓടി വന്നു. അപ്പോൾ ഈശോ അവരെ കണ്ടിട്ട് മല കയറാൻ തുടങ്ങി. അയ്യോ, ആ മല മുകളോട് കർത്താവ് കയറുകയാണോ? എടാ നീ വരുന്നു. ഓ, എന്നെ കൊണ്ട് പറ്റില്ല മല കയറാൻ, ഈ വെയിലും കൊണ്ടാകുമ്പോൾ ഒന്ന് കയറാൻ. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ താഴെങ്ങാനം വെച്ച് കാണാം, വേറെ പരിപാടിയുണ്ട് ഇപ്പം, പിന്നെങ്ങാനും കാണാം. അങ്ങനെ മല കയറി മെനക്കെട്ട് എങ്ങനെ അടുത്ത് വരുന്നത് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇതാണ് ജനക്കൂട്ടം. വില കൊടുത്ത് ഈശോ കൊണ്ടുവന്നതിനെ സ്വന്തമാക്കാൻ നമുക്ക് താല്പര്യമില്ല. ഉണ്ടോ? വില കൊടുക്കാൻ താല്പര്യമില്ല. പിന്നെ എന്താ അവിടെ താല്പര്യം? കാഴ്ച കാണുക, കൗതുകം തീർക്കുക, കാര്യം നടക്കുക. അതിനൊക്കെ അവരെപ്പോഴും ഓടി വരും. ഈശോയ്ക്ക് പലപ്പോഴും അവരെ കൊണ്ട് ശല്യമാണ്. യോഹന്നാൻ 6:13 വാക്യത്തിൽ കണ്ടോ? 12 കൊട്ട നിറച്ച് അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, കണ്ടോ, ഇവനാണ് പ്രവാചകന്മാരായിരുന്ന മെശിഹ, ഇവനെ രാജാവാക്കാം, ബലമായിട്ട് രാജാവാക്കാം. ഈ ചിന്തയായിട്ട് വന്നപ്പോൾ ഈശോ എന്ത് ചെയ്തു? തനിയെ വീണ്ടും മലമുകളിലേക്ക് മാറിപ്പോയി. ഇതാണ് ജനക്കൂട്ടത്തിന് വരുമ്പം. ജനക്കൂട്ടം ഈശോ കാണിച്ച അത്ഭുതങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കാനല്ല, അവർക്ക് വയറ് നിറഞ്ഞു, അതിൻ്റെ സന്തോഷമാണ്. ഇപ്പം രാജാവാക്കിയ എന്നും ഭക്ഷണം കിട്ടുമല്ലോ. അപ്പോൾ ഈശോ തനിച്ച് മലമുകളിലേക്ക് പോയി. എന്നിട്ട് പിന്നെ സംഭവിക്കുന്നത് നമുക്കറിയാം. ശിഷ്യന്മാർ തന്നെ വെള്ളത്തിൽ അക്കരയ്ക്ക് പോയി. ഈശോ രാത്രി ഏറെ ആയപ്പോഴാണ് കടലിൽ മീത് നടന്ന അപ്പസ്തലന്മാർ കൂടെ വള്ളത്തിൽ കൂടി പെറുക്കി വരുന്നത്. അപ്പോൾ ജനങ്ങൾ ചെയ്യുന്ന കണ്ടോ? നമുക്കറിയാമല്ലോ. 22-ാം വാക്യം, അവിടെ ഒരു വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരുടെ ഈശോ കയറി ഇരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയാണ് പോയതെന്ന് കടലിൻ്റെ മറുകര എന്ന ആള് പിറ്റേ ദിവസം മനസ്സിലാക്കി. അപ്പോൾ ഈശോ ഇപ്പോൾ എവിടെയുണ്ട്? ഇന്നലെ അപ്പം വർദ്ധിപ്പിച്ച മലഞ്ചരയിൽ ഈശോ ഉണ്ട്.
ഒറ്റ വള്ളം ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ഈശോ കയറിയിട്ടില്ല. അപ്പസ്വലമ തന്നെ പോയി, ഈശോ മലയിൽ കയറിയിട്ട്. അപ്പോൾ അവിടെ എവിടെയോ ഉണ്ട്. അവിടെ എന്ത് ചെയ്തു? കർത്താവ് കൃതജ്ഞതാസ്തോത്രം ചെയ്തെനിക്ക് അപ്പം ജനങ്ങൾ ഭക്ഷിച്ച സ്ഥലത്തേക്ക് തിബേരിയാസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു. വള്ളങ്ങൾ ആൾക്കാർ വരിക. പക്ഷെ അവിടെ ഈശോയും ഇല്ല, ശിഷ്യന്മാരും ഇല്ല, വള്ളവും ഇല്ല, ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി ഈശോയെ തിരികെ കഫർനഹൂമിലെത്തി. കണ്ട് ജനക്കൂട്ടം, 24 വാക്ക് ശ്രദ്ധിച്ച്, ജനക്കൂട്ടം. അങ്ങനെ വരുമ്പോൾ ഇപ്പുറത്ത് വന്ന് ഈശോ കണ്ടു. അപ്പോൾ ചോദിക്കുക, റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? ഈശോയുടെ മറുപടി കണ്ടോ? വലിയൊരു നൊമ്പരമാണ് ഈശോ പറയുന്നത്. ഒരു ഈശോയുടെ തൃപ്തിയില്ലായ്മയാണ്. ഈശോ പതിച്ചു, സത്യസത്യമെന്ന് പറയുന്നു, അടയാളങ്ങൾ കണ്ടത് കൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതോടെ നിങ്ങളതിനെ അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് വയറ് നിറച്ച് തൃപ്തിയായി, ബാക്കി ഇത് എപ്പോഴും വന്നിരിക്കുകയാണ്. അല്ലെ, അടയാളങ്ങൾ കണ്ട് വിശ്വസിക്കാനുള്ള മനസ്സുണ്ടായിട്ടല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. ഈശോയ്ക്ക് നൊമ്പരമാണ്. ജനക്കൂട്ടത്തെക്കുറിച്ച് ഈശോയ്ക്ക് വേദനയാണ്, ഈശോയ്ക്ക് നൊമ്പരമാണ്. കാരണം അവർ താൻ പറയുന്ന കാര്യങ്ങൾ എടുക്കുന്നില്ല. അവിടെ ലൈഫിൽ കയറി കിടക്കുന്ന പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ അവർ ഈശോയെ അനുവദിക്കുന്നില്ല. അവിടെ ജനക്കൂട്ടത്തെക്കുറിച്ച് ഈശോയ്ക്ക് വേദനയാണ്. അപ്പൊ നമ്മൾ ആരുടെ കൂട്ടത്തിലാണ് ഇപ്പൊ ആയിരിക്കുന്നത്? ആരുടെ കൂട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്? ജനക്കൂട്ടത്തിന്റെ കൂടെയാണോ ശിഷ്യരുടെ കൂടെയാണോ? ശിഷ്യരുടെ കൂടെയാണെന്ന് ഉറപ്പുള്ളവരത് കൈപൊക്കിക്ക്. ശിഷ്യരുടെ കൂടെയാണ് ഞാൻ എന്ന് ഉറപ്പുള്ളവരെന്ന് കൈപൊക്കിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എൻ്റെ മുഖത്തെ പുഞ്ചിരിയേക്കാൾ ഈശോയുടെ മുഖത്ത് പുഞ്ചിരി വന്നിട്ടുണ്ട്. ഇപ്പം ഈശോ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ലൈഫിലെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരം ഈശോയുടെ കയ്യിലുണ്ട്. ഈശോ ഭൂമിയിലേക്ക് വന്ന് തന്നെ പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാ. പക്ഷെ അങ്ങനെ പറയുന്ന വചനം ഏതാണത്? പിശാചിന്റെ പ്രവൃത്തി നശിപ്പിക്കാനാ ദൈവത്തിന് പ്രത്യക്ഷനായത്. 1 യോഹന്നാൻ 3:8 അല്ലേ? പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് പ്രത്യക്ഷനായത്. പിശാചിനെ നശിപ്പിക്കാനാണെന്ന് ഓർത്തോണം. അപ്പൊ ഈ പ്രവൃത്തികൾ എവിടെയാ ഉള്ളത്? അതും എവിടെയുള്ള പ്രവൃത്തി ഈശോയ്ക്ക് നശിപ്പിക്കാൻ പറ്റുന്നത്? പിശാച് പ്രവർത്തിക്കുന്നു ഈ ഭൂമിയിൽ. പക്ഷെ ഈശോയ്ക്ക് നശിപ്പിക്കാൻ സാധിക്കുന്ന പ്രവൃത്തി എവിടെയുള്ള പിശാചിന്റെ പ്രവൃത്തിയാണ്? വ്യക്തിയുടെ ജീവിതങ്ങളിലുള്ളതാണ്. വ്യക്തിയുടെ ജീവിതങ്ങളിലുള്ള പൈശാചിക പ്രവൃത്തികളെ മാത്രമേ ഈശോയ്ക്ക് നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ആ വ്യക്തി ആഗ്രഹിച്ച് ഈശോയെ അനുവദിച്ചാൽ മാത്രം. അതുവരെ ഈശോ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുന്നു ഇല്ലേ? വെളിപാട് പുസ്തകത്തില് 3-ാമത്തെ അധ്യായത്തില് 19-ാം വാക്യം ഇല്ലേ? 10-ാം വാക്യം കണ്ടോ? ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തുകൊണ്ട് തീക്ഷ്ണരാവുക, അനുതപിക്കുക. ഞാൻ വാതിൽ മുട്ടുന്നു. നിങ്ങള് നിങ്ങളുടെ ജീവിതം എനിക്ക് തുറന്നു തന്നാൽ, അനുദപിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പിശാചിന്റെ പ്രവൃത്തികളെ ഞാൻ നശിപ്പിക്കാം. അപ്പൊ തമ്പുരാൻ ഒരിടത്തും കയറി ബലമായിട്ട് ചെയ്യുകയാണ്. നമ്മളെല്ലാം ധ്യാനത്തിൽ വിശദമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള സകല പൈശാചിക പ്രവൃത്തികളെ നശിപ്പിച്ച് പിശാചിന് കയറാൻ പോയിട്ട് തോണ്ടാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ ആക്കിയെടുക്കാനായിട്ട് ഈശോ ഭൂമിയിലേക്ക് വന്നത്. അതിന് നമ്മൾ ഈശോയെ അനുവദിക്കണം. അതിൻ്റെ നിറവിലേക്ക് നമ്മൾ വരുന്ന അനുഭവമാണ് നമ്മൾ ഇന്നലെ ഒരു കുർബാനയ്ക്കിടയിൽ ഇപ്പോൾ ഒന്ന് പറയുകയുണ്ടായി, ആളുള്ള വീടാവുക. നമ്മൾ സംഖ്യയുടെ പുസ്തകം ഞാൻ രാവിലെ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടോ? സംഖ്യ 23:23 യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. ഇത് മാത്രം പറഞ്ഞിട്ട് ആഘോഷിക്കുന്ന അനേകരുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഈ പിശാചിന്റെ കാര്യം ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല തർക്കിക്കുന്നവരുണ്ട്. അച്ഛന്മാർ പോലും ഉണ്ട്. ഇത് പഴയ നിയമത്തിൽ യാക്കോബ് ഇസ്രായേലും, ഇന്ന് ആ സ്ഥാനത്ത് സഭയാണ്, സഭ മക്കളാണ്. സഭയിലെ അംഗമാണോ നീ? മാമസം മുങ്ങിയ ആളാണോ? പള്ളി പോകുന്ന ആളാണോ? നിനക്കെതിരെ ഒരു ക്ഷുദ്രവും ഒരു ആഭിചാരവും ഏക്കുകയല്ല. അവിടെ ഈ പിശാചിന്റെ കാര്യമോ കൈവിഷ്ടമോ ക്ഷുദ്രമോ ഒന്നും കേൾക്കാനേ പോകണ്ട. ഒരു നിമിഷം പോലും സമയം കളയേണ്ട ആവശ്യമില്ല. പള്ളിയിൽ വരിക, പ്രാർത്ഥിക്കുക, പൊക്കോണ്ടാ മതി. ഒന്നും ഏശുകയല്ല എന്ന് വാദിച്ചുകൊണ്ട് തൃപ്തിയെടുത്ത് നീങ്ങുന്നവരുണ്ട്. പക്ഷെ അവിടെ മറന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബാലാം ഇങ്ങനെ പറയാൻ ഇടവന്നത്? ഞാൻ കുർബാനയുടെ പരത്തി പറഞ്ഞു. തൊട്ടു പുറകിൽ കണ്ടോ 21-ാം വാക്യം, യാക്കോബിൽ അവിടെ തിന്മ കണ്ടില്ല, ഇസ്രായേൽ ദുഷ്ട ദർശിച്ചുമില്ല, അവിടെ ദൈവമായ കർത്താവ് അവരോട് കൂടെ ഉണ്ട്. ഇത് മനസ്സിലാക്കണം. അവിടെ ദൈവമായ കർത്താവ് അവരോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ട്. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ കൂടെ ഉള്ള അവസ്ഥ നമ്മൾ എന്തുമാത്രം തെളിച്ചെടുക്കുന്നു, അതനുസരിച്ച് മാത്രമേ തിന്മയുടെ ആക്രമണങ്ങൾ നമുക്കിട്ട് ഏശിയാലാത്ത അവസ്ഥ വരികയുള്ളൂ.